യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസത്തിൻ്റെ പ്രഭാതം കണ്ടുണരുവാൻ നമ്മളെല്ലാവരെയും വലിയവനായ ദൈവം സഹായിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്രകാരം ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം എന്നിലൂടെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഈ മോർണിംഗ് മന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കോപത്തിൻ്റെ ഒരു പാനീയം. ആപ്തവാക്യമായിട്ട് വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സസ് 9 and 10. മൂന്നാമതു വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ചു നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ ലോകം വളരെ ദുഷിച്ച ഒരു ലോകമാണ്. പലവിധമായ ദുശീലങ്ങളുമുള്ള ജനതയെ, മനുഷ്യരെ നമുക്കിടയിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. പലർക്കും പലവിധമായ ദുശീലങ്ങളാണ്. സിഗരറ്റ് വലി, സ്മോക്കിംഗ്, അതുപോലെ പല കള്ള്, മദ്യപാനം, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളിലും പല യുവാക്കളും മധ്യവയസ്കന്മാരും പ്രായമായവരൊക്കെയും കുട്ടികൾ ഉൾപ്പെടെ അതിൽ അടിമകളാണ്. നമുക്ക് ഇന്നത്തെ ലോകത്ത് കാണുവാൻ ഒരുപാട് പാനീയങ്ങൾ ഇന്ന് സുലഭമായിട്ട് വിപണിയിൽ നമുക്ക് ലഭിക്കും. സോഡ, അതുപോലെ ഡയറ്റ് സോഡകൾ, അതുപോലെ പെപ്സി, കൊക്കക്കോള, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡ്രിങ്ക്സ് നമുക്കിന്ന് അവൈലബിൾ ആണ്. എനർജി ഡ്രിങ്ക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലൊക്കെയും ഷുഗറിൻ്റെ അംശം അല്ലെങ്കിൽ പഞ്ചസാരയുടെ അംശം ഒരുപാട് ഉള്ളതായിട്ട് പഠനം കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അതിനകത്ത് ഒരു പോഷക ഗുണവും അല്ലെങ്കിൽ മൂല്യവും ഈ പറയുന്നതായ പാനീയങ്ങൾക്ക് ഇല്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് പാനീയങ്ങളുടെ പേരുകൾ നമുക്കറിയാം. അതൊക്കെയും നമ്മുടെ ശരീരത്തെ പതിയെ പതിയെ അതിൻ്റെ ഓരോ പാർട്സിനെ അത് ബാധിച്ച് അത് അഫക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തെ ഇല്ലായ്മയിലേക്ക് അത് കൊണ്ടുപോകും. പലവിധമായ രോഗങ്ങൾക്കും അത് കാരണമായി തീരും. നമുക്ക് ആദ്യം കുടിക്കുമ്പോഴൊന്നും നമുക്കതറിയില്ല. അത് ശീലമായി അതൊരു ഹാബിറ്റായി മാറിയാൽ വർഷങ്ങൾക്ക് ശേഷം അത് നമ്മുടെ ശരീരത്തെ ഒരു ഭാഗത്തു നിന്നും അറ്റാക്ക് ചെയ്തുകൊണ്ട് വരും. അത് വലിയൊരു രോഗത്തിലേക്ക് എത്തിക്കും. നമ്മുടെ ജീവന് തന്നെ അത് ഭീഷണിയായി മാറും, ആപത്തായി മാറും എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ ഓരോ ഡ്രിങ്ക്സിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അതറിയാതെ പലരും എടുത്ത് കുടിക്കുന്നു, ചിലർ അറിഞ്ഞിട്ട് കുടിക്കുന്നു. നാം തിരുവചനത്തെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഇന്ന് കണ്ടതായ വായിച്ചതായ ഭാഗം 3 ദൂതന്മാരിൽ മൂന്നാമത്തെ ദൂതന്റെ ദൂതാണ് നാം കണ്ടത്. വെളിപ്പാട് പ്രവചന പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 12 വരെ നമ്മൾ വായിക്കുമ്പോൾ ത്രിവിധ ദൂതിനെ കുറിച്ച് 3 ദൂതന്മാരുടെ 3 മാലാഖമാരുടെ ദൂതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുന്നു. അതിൽ തേർഡ് ഏഞ്ചൽസ് മെസ്സേജിൻ്റെയാണ് നമ്മൾ 3-ാമത്തെ ദൂതന്റെ മെസ്സേജ് നമ്മൾ വായിച്ചു. എന്താണ് നമ്മൾ വായിച്ചത്? മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവർ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. നാം ചിന്തിക്കുമ്പോൾ നമുക്ക് പലവിധമായ ഡ്രിങ്ക്സ് നമ്മൾ അവൈലബിൾ ആണ്, നമ്മൾ കുടിക്കാറുമുണ്ട് ചിലരൊക്കെ. എന്നാൽ പലരും കുടിക്കുവാൻ ഇഷ്ടപ്പെടാത്ത, പലരും അതിൻ്റെ രുചി എന്താണെന്ന് ആസ്വദിക്കുവാൻ താല്പര്യമില്ലാത്തതായ ഒരു പാനീയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാം കണ്ടു. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം ആണ് പറഞ്ഞിരിക്കുന്നത്. കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന, ഡൈല്യൂട്ട് ചെയ്യാതെ, നമ്മൾ എന്ത്
കാര്യങ്ങളാണെങ്കിൽ, നമ്മൾ നാരങ്ങ വെള്ളം ആണെങ്കിൽ നമ്മൾ അതിനകത്ത് വെള്ളം ചേർത്ത് അതിൻ്റെ യാതൊരു മാറ്റി, ആ കാഠിന്യം മാറ്റി നമ്മളത് ലൈറ്റ് ആക്കാറുണ്ട് അല്ലേ. മദ്യപാനികളെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ മദ്യം, ആൽക്കഹോൾ അതൊഴിച്ച് അതിനകത്ത് വെള്ളമോ ഐസ് ക്യൂബോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് അതിൻ്റെ എന്താണ് ആ ഒരു തീവ്രത മാറ്റി അവർക്ക് കുടിക്കുവാൻ പാകത്തിനാക്കി മാറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് ഡൈല്യൂഷൻ, നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാതെ, കലർപ്പില്ലാതെ ദൈവത്തിൻ്റെ ക്രോധത്തിന് ആ മദ്യം, ആ ദൈവക്രോധം അത് അനുഭവിക്കേണ്ടി വരും. അതെങ്ങനെയുള്ളവർക്കാണ് ലഭിക്കുന്നത്? മൃഗത്തെയും അതിൻ്റെ മുദ്രയെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നവർ, മുദ്രയേൽക്കുന്നവർക്കും ഒക്കെയും, നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവർക്കും പ്രതിമയെയും മൃഗത്തെയും നമസ്കരിക്കുന്ന ഒരു കൂട്ടത്തെ, അവർക്കാണ് ഇത് ലഭിക്കുന്നത്. മൃഗമെന്ന് പറയുന്നത് നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യൻ ലോകത്തെ ആധിപത്യം പുലർത്തിയ സഭാ രാഷ്ട്രം കൂട്ടുകെട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1260 വർഷക്കാലം ദൈവജനത്തെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച ആ ഒരു സഭ നമ്മൾ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2 തെസ്സലോനിക്കർ ലേഖനം 2-ാം അധ്യായം 2-4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അധർമ്മമൂർത്തി എന്ന് അവിടെ വിളിച്ചിരിക്കുന്നു. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചെറിയ കൊമ്പ്, ലിറ്റിൽ ഹോൺ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ മൃഗത്തെ നമുക്ക് പല പേരിൽ അറിയപ്പെടുന്നു. അത് പരമോന്നതിയിൽ, ക്രൈസ്തവ സഭയുടെ പരമോന്നതയിൽ ഇരിക്കുന്ന പോപ്പാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവസാന നാളുകളിൽ ആ വലിയ പ്രയാസഘട്ടത്തിൽ, കഷ്ട സമയത്ത് 2 തരം ജനങ്ങളായിരിക്കും, കൂട്ടം മനുഷ്യരായിരിക്കും ഭൂമിയിൽ ഉണ്ടായിരിക്കുക. ഒന്ന്, ദൈവത്തെ അനുസരിച്ച് ദൈവം നൽകിയിരിക്കുന്ന 10 കൽപ്പനകൾ, 4-ാം കൽപ്പന ഉൾപ്പെടെയുള്ള ശബത്ത് ഉൾപ്പെടെയുള്ളതായ 10 കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനതയും, മറ്റേത് മൃഗത്തെയും മൃഗത്തിന്റെ പ്രതിമയും നമസ്കരിക്കുന്ന, മുദ്രയേൽക്കുന്ന ആ ഒരു വിഭാഗം ജനതയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ 2 കൂട്ടരും കഷ്ടപ്പെടും. പക്ഷേ ദൈവത്തോട് അനുസരണയുള്ളവർ മഹാസർപ്പമായ സാത്താന്റെ ക്രോധം അനുഭവിക്കും. വലിയ കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കും. വധഭീഷണി അവർക്ക് നേരിടേണ്ടി വരും. വെളിപ്പാട് 13-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. മൃഗത്തെയും അവന്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്ക് അവസാനത്തെ 7 ബാധകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ, വെളിപ്പാട് പ്രവചന പുസ്തകം 15-ാം അധ്യായം 16-ാം അധ്യായത്തിലൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് ചിന്തിക്കുക, നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? ആ ദൈവകോപത്തിന്റെ വീഞ്ഞ് കുടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ദാഹിക്കുന്നവർക്ക് ജീവജലം സൗജന്യമായി ലഭിക്കുന്ന, അല്ലെങ്കിൽ ആ കുടിക്കുന്നവരുടെ കൂട്ടത്തിലാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ ചിന്തിക്കുക. കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? ആരും താല്പര്യപ്പെടില്ല. ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നാം സത്യം എന്താണെന്ന് ഗ്രഹിച്ചറിഞ്ഞുകൊണ്ട്, സത്യത്തിൽ ഉറച്ചുകൊണ്ട്, തിരുവചനം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് വലിയവനായി ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ധ്യാന ചിന്തയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ലൊരു പുലരി കണ്ടു നൽകുവാൻ സഹായിച്ചു. അടിയങ്ങളെ കേൾപ്പിച്ചു നല്ല വചനത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, അങ്ങയുടെ കർത്താവേ, ആ 3 ദൂതന്മാരുടെ 3-ാമത്തെ ദൂതന്റെ ആ പ്രത്യേക മുന്നറിയിപ്പുള്ളതായ ദൂതന്റെ ദൂത് അടിയങ്ങളെ കേൾപ്പിച്ചനായി സ്തോത്രം. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ ദൈവക്രോധത്തിന്റെ പാത്രത്തിൽ ദൈവകോപ മദ്യം കുടിക്കുവാൻ അടിയങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കർത്താവെ, അങ്ങയുടെ വഴി എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പാസ്റ്റർ ജനീഷിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പെണ്ണമ്മ ജോനായി പ്രാർത്ഥിക്കുന്നു. അജിക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ മിസ്സിസ് ഗ്രേസി വിൻസെന്റിനായി പ്രാർത്ഥിക്കുന്നു. മിസ്റ്റർ റോയ് ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. കഴിഞ്ഞ 1 വർഷക്കാലം കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് വഴി നടത്തി. തുറന്നുള്ള നാളുകളിൽ ദൂതന്മാരെ കാവച്ചത് അവരെ വഴി നടത്തുന്നു പ്രാർത്ഥിക്കും. സമൃദ്ധിയും സമ്പത്തും അവരുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അതിനെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ തീർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു.
സർവോപരി കർത്താവെ എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യനാളിൽ വിശ്വസ്തയോടെ അടിയങ്ങൾ നിലകൊള്ളുവാൻ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. സർവ്വമേശ്വരത്തിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വരളയണമേ. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ.